വളരെ മാഗസിൻ സ്റ്റൈലിലൊക്കെ പ്രസന്റ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ്സ് കോൾഡ് ഹോം ടൂർ. അപ്പൊ എന്ത് രസകരമായിട്ട് ആ ഹോം ടൂർ നടത്തുന്ന ഒരു കപ്പിളിനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു അവാർഡ് നൽകുന്നത്. അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 പോപ്പുലർ ഹോം ടൂർ അവാർഡ് ഗോസ് ടു സച്ചിൻ ആൻഡ് ചിഞ്ചു. വീഡിയോ പ്ലീസ്. കേരളത്തിലെ ഏറ്റവും ഫ്രണ്ട്ലിയായ ഹോം ടൂർ ഡിയോ. 7 സെന്റിലെ കൊച്ചു വീടിന്റെ ഭംഗി മുതൽ കോടികൾ വിലമതിക്കുന്ന ലക്ഷറി വില്ലയുടെ ഡിസൈൻ വരെ ബഡ്ജറ്റിന്റെ അതിരുകളില്ലാതെ വീട്ടകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മുന്നിലെത്തിക്കുന്ന ചാനൽ. ഏറ്റവും ട്രെൻഡിംഗ് ആയ ഐഡിയകൾ, ഏറ്റവും ക്രിയേറ്റീവായ ഇന്റീരിയറുകൾ, ഓരോ കുടുംബത്തിന്റെയും സ്വപ്ന ഭവനത്തിന് വേണ്ടിയുള്ള കൂട്ടലുകൾക്കും കുറയ്ക്കലുകൾക്കും പോസിറ്റീവ് എനർജി നൽകുന്ന അവതരണ മികവ്, കണ്ടന്റ് ക്വാളിറ്റിയിലും ട്രസ്റ്റ്, റീച്ച് തുടങ്ങിയവയിലും നെക്സ്റ്റ് ലെവൽ ചാനൽ. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒരേ സ്വരത്തിൽ പറയുന്നു, കമോൺ എവരിബഡി, ബെസ്റ്റ് ഹോം ടൂറർ പോപ്പുലർ 2025 സച്ചിൻ ആൻഡ് പിഞ്ചു. കമോൺ എവരിബഡി. രണ്ടുപേരെ ഡ്രസ്സിംഗ് തന്നെ എന്ത് പാറ്റേണിലൊക്കെ പിടിച്ചു വന്നിട്ടുണ്ടല്ലോ. അതിന് ബാക്കി ആഴ്ച നമുക്ക് ഷർട്ട് തന്നല്ലേ. And from Fine Day Homes, the chairman, Mr. T.P. Abdul Qadir, and executive director Hasim Abdul Qadir to do the honors, presenting 25,000 rupees. വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഞങ്ങൾ മീഡിയ ഫീൽഡ് തന്നെയാണ് ജേർണലിസം പ്രൊഫഷനാക്കി എടുത്ത് ഇപ്പോൾ അതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വ്ളോഗിംഗ് എന്നൊരു കരിയറിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അതെന്തായാലും ആ പ്രൊഫഷൻ ഉപകാരപ്പെട്ടു. ഒത്തിരി സന്തോഷം. അമൃത ടിവിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഇങ്ങനെ ഒരു അവാർഡ് തന്നതിന്. പിന്നെ ഇങ്ങനെ ഒരു വേദി എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ഡ്രീമാണല്ലോ. അപ്പം അത് ഈ ഒരു 6ാം വർഷത്തിലും ഞങ്ങൾ വ്ളോഗിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. ഞങ്ങളുടെ മോളുണ്ടായി 2 വയസ്സാവുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് പ്ലാൻ ചെയ്തതാണ് വ്ളോഗിങ്. അപ്പം ഒത്തിരി സന്തോഷം. നമ്മുടേതായ ഫ്രീഡത്തിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു. അതിലൊത്തിരി സന്തോഷം. വലിയൊരു ഐഡിയ അവർക്ക്. താങ്ക് യു. നമ്മുടെ ഈ ഒരു യാത്രയിൽ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് പ്രത്യേകമായിട്ട് നന്ദി. അതിന് നമ്മുടെ വക ഒരു സ്നേഹോപഹാരം. അമൃത ടിവി ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഈ എമർജിംഗ് ഹോം ടൂർ അവാർഡ് നൽകി ആദരിക്കുന്നത് വീട് ബൈ വിഷ്ണു വിജയൻ. വീഡിയോ പ്ലീസ്. വീടുകളെ വെറും വീടുകളല്ലാതെ വിജയങ്ങളുടെ അടയാളങ്ങളായി ഡിജിറ്റൽ വേൾഡിൽ രേഖപ്പെടുത്തുന്ന ഒരു വ്ളോഗർ. 4 ചുവരുകൾക്കപ്പുറം ഓരോ വീടിനകത്തും ഡിസൈനറുടെ കയ്യൊപ്പ് പതിഞ്ഞ പുതിയ ആശയങ്ങൾ, സ്പേസ് മാക്സിമൈസേഷൻ തുടങ്ങിയ പ്രത്യേകതകളിലൂടെ സഞ്ചരിച്ച് ഒരു സാധാരണ പ്രേക്ഷകനെ ആർക്കിടെക്ചറിന്റെ മായാലോകത്തേക്ക് കൊണ്ടുപോകുന്ന ടൂറർ. 3 സെന്റിലെ മിനിമലിസ്റ്റിക് മാസ്റ്റർ പീസ് മുതൽ വീടിനുള്ളിൽ പൂന്തോട്ടമൊരുക്കിയ ട്രോപ്പിക്കൽ ഹോം വരെ, അങ്ങനെ ഓരോ വീടും എങ്ങനെ ആർട്ട് പീസായി മാറിയെന്നതിന്റെ ഉൾക്കാഴ്ചയോടെയുള്ള പാഠങ്ങളാണ് ഓരോ എപ്പിസോഡും. ഗുണമേന്മയും സൗന്ദര്യവുമുള്ള ഗംഭീര വീട് പോലെ കണ്ടന്റ് ആർക്കിടെക്ചറിലെ ഗംഭീര എഞ്ചിനീയർ. ബെസ്റ്റ് ഹോം ടൂറർ എമർജിംഗ് 2025 വീട് ബൈ വിഷ്ണു വിജയൻ. And of course the cash prize from Fine Day. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഞാനൊരു ബിസിനസ്സുകാരനാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ. എൻ്റെ ബിസിനസിന്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പല വ്ളോഗേഴ്സിന്റെയും പുറകിന് പോയി. ഒട്ടും ശരിയാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ തുടങ്ങിയൊരു മാർഗമാണ് ഈ വ്ളോഗിങ്. അത് അമൃത ടി വി ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സർവേശ്വരനും എൻ്റെ മാതാപിതാക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ പേജ് ഫോളോ ചെയ്ത എല്ലാവർക്കും തീർച്ചയായും കൺഗ്രാറ്റുലേഷൻസ്. സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുഖിലോ വിങ്ങലിൽ
അകമലരിലും നീ ജനിമൃതിയിലും നീ അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുകിലോ വിങ്ങലിൽ ഇരുഹൃദയവും ശലഭമായി പ്രണയമാനസവനിയിലലിയും നേരമായി ലോലമായി ചിറകിലാശകളായി ഇത് മധുര തരള വികാരം മനസ്സറിയുമനിതര ഭാവം ചിരപ്രണയമേ പ്രണയമേ അണയുമോ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുകിലോ വിങ്ങലിൽ അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പോപ്പുലർ ഫിക്ഷൻ കോണ്ടന്റ് ആണ്. മൊബൈലില് സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ഫിക്ഷൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അത്തരത്തിലൊരാൾക്കാണ് നമ്മൾ ഇന്ന് അവാർഡ് നൽകുന്നത്. ആ അവാർഡ് നൽകുന്നതിനായിട്ട് ആദ്യം വേദിയിലേക്ക് നമ്മുടെ ശരിക്കും ഇപ്പൊ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ റിയാലിറ്റി ഷോയിലെ സൂപ്പർ സ്റ്റാർ ജഡ്ജ് ശരത് സാറിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് വേണ്ടിയിട്ട് ഈ അവാർഡ് നൽകാനായി ഞാൻ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ ഏജിസ് കമ്മ്യൂണിക്കേഷന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മാധവ മേനൻ. തീർച്ചയായും ഏജിസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നൽകുന്ന സപ്പോർട്ടിന് സാറ് ഉറപ്പായും അമൃതയുടെ ഈ ഒരു യാത്രയിൽ എപ്പോഴും ഭാഗമായിട്ട് നിൽക്കുന്നതിനും ഒക്കെ വളരെയധികം നന്ദി സാർ. നമ്മുടെ സ്നേഹവും ആദരവും ഒരു ഉപഹാരത്തിലൂടെ പോപ്പുലർ ഫിക്ഷൻ കോണ്ടന്റ്. പോപ്പുലർ ഫിക്ഷൻ കോണ്ടന്റിൽ ഈ വ്യക്തി ശരിക്കും നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള പോപ്പുലർ ഫിക്ഷൻ കോണ്ടന്റ് ഉണ്ടാക്കി ഇന്ന് നമ്മുടെ മൊബൈൽ സ്ക്രീനിലെ സ്റ്റാർ ആരാ, അല്ലെ സോഷ്യൽ മീഡിയയിലെ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയുന്ന പേരാണിത്. ലെറ്റ് മീ വെൽക്കം ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടേക്ക് എ ലുക്ക് അറ്റ് ദ വീഡിയോ ഓഫ് കാർത്തിക് ശങ്കർ. വീഡിയോ പ്ലീസ്. അച്ഛനും അമ്മയും വല്യച്ഛനുമുള്ള സ്വന്തം വീട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആക്കി മാറ്റിയ ക്രിയേറ്റർ. അമ്മയുടെ കൗണ്ടറുകളും മകന്റെ നിഷ്കളങ്കതയും റിയലിസ്റ്റിക് ആക്കി പകർത്തി ഫാമിലി എന്റർടൈൻമെന്റ് ഒരുക്കുന്ന സംവിധായകൻ. ജനറേഷനുകളുടെ ഡേറ്റിംഗ് കൾച്ചറിന്റെ വ്യത്യാസം മുതൽ ഫാമിലി ഗ്രൂപ്പിലെ തമാശകൾ വരെ മലയാളി കുടുംബങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്കുള്ള കണ്ണാടിയാക്കി മാറ്റിയ കണ്ടന്റുകൾ. ചിരി,
ത്രില്ലർ, ഫാമിലി, ഡ്രാമ, ഏത് ജോണറാണെങ്കിലും ഈ കലാകാരന്റെ കയ്യിൽ അത് സോഷ്യൽ മീഡിയയിലെ ബ്ലോക്ക് ബസ്റ്ററായി മാറും. ബെസ്റ്റ് ഫിക്ഷൻ കണ്ടന്റ് പോപ്പുലർ 2025 കാർത്തിക് ശങ്കർ. എല്ലാവരും നിറഞ്ഞ കൈയോടുകൂടി സ്വാഗതം ചെയ്യാം കാർത്തിക് ശങ്കർ. The cash prize from Mr. Madhav. ഒരുപാട് സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഈ അവാർഡ് കിട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ശരത് സാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയർ ഞാൻ തുടങ്ങുന്നത് സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ്. അപ്പോൾ ആ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ കീബോർഡ് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, പോക്കറ്റ് മണിക്കൊക്കെ ആയിട്ട്. ഞാൻ മ്യൂസിക് ഡയറക്ടർ ശ്യാം സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അദ്ദേഹത്തിനുള്ള ഭ്രാന്ത് കാരണമാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോഴായാലും ഏറ്റവും കൂടുതൽ ആ സമയത്ത് നമ്മൾ റെഫറൻസ് ഒക്കെ എടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഒക്കെ നമ്മുടെ ഒരു മാനസിക ഗുരുവായിട്ട് ഞാൻ അന്ന് തൊട്ടേ കാണുന്ന ആളാണ് ശരത് സാർ. അപ്പോൾ അതെനിക്ക് വലിയ സ്പെഷ്യലാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ. എന്തായാലും എനിക്ക് ഇങ്ങനൊരു അവാർഡ് തന്നതിൽ ഒരുപാട് സന്തോഷം. ഈ വർഷത്തെ ഏറ്റവും ഹിറ്റായ പാട്ട് ചേട്ടനറിയാമോ? അത് കാർത്തികിന്റെ വകയാണ്. അതായത് ആ പാട്ട് ഇന്ന് പലരുടെ അലാം പോലുമാണ്. ആ പാട്ട് നമുക്ക് വേണ്ടി രണ്ടുപേരി പ്ലീസ്. എല്ലാവരും ആ പാട്ട് വേണ്ടി നമുക്ക് എല്ലാവരും കൈയടിച്ച് എല്ലാവരും ആ പാട്ട് വേണം. ചേർത്തേട്ടാ അത് കേൾക്കേണ്ട പാട്ടാണ്, കേൾക്കാം. സുവർണ അവസരമാണ്. ഇത്രയും ഹിറ്റായ ആ പാട്ട് ശരത്തേട്ടന്റെ മുമ്പിൽ ഇത് കഴിഞ്ഞ അല്ലാണ്ട് വേറെ നല്ല പാട്ട് ഞാൻ പാടിക്കാം, പക്ഷെ ഇത് ആദ്യം പാടും. ആ സത്യം പറയല്ലോ, ഒന്നാമത് എനിക്ക് കൈകളും പറയുന്നത് ഉള്ള സന്തോഷം പോയി കിട്ടി. ശരി, എന്തായാലും പാടാൻ രണ്ടുപേരും. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാട കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? ടീച്ചറെ സാറിന് മുമ്പിലേക്ക് എന്നെ കൊണ്ട് ഇത് പാടിപ്പിച്ചല്ലോ. മനോഹരമായിട്ടുള്ള വരികൾ. വരി എന്റെ അല്ല, പ്ലീസ്. പാട്ടോ? അതായത് നീ പഠിച്ചിട്ട് പോയാൽ ഒന്നുകൂടെ പാടാം, കേക്കട്ടെ. ആ എല്ലാരും ചേർന്ന് പാടണം കേട്ടോ. എല്ലാരും കൂടെ ചേർന്ന് പാടാമെങ്കിൽ മാത്രമേ കാർത്തികിന് പാടാൻ പറ്റുള്ളൂ. അതാ ശരത്തേട്ടൻ കൂടെ നിൽക്കുന്നു. 1 2 3 ഗോ. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാട കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? വണ്ടർഫുൾ ക്രിയേഷൻ. കാർത്തിക്, നീ അവാർഡ് ബഹിഷ്കരിച്ചു. അതെന്താണെങ്കിൽ കാലിൽ വീണത് തിരിച്ചെടുത്തു. അല്ല ധ്യാനേ, ഞാൻ ശ്യാം സാറിന്റെ വലിയ ഫാനാണ്, അദ്ദേഹത്തിന്റെ തീവ്ര ഫാനാണ്. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അതോടെ അദ്ദേഹം പടം ചെയ്യുന്നത് നിർത്തി. ഉണ്ടാക്കിയ പാട്ട് കേട്ടില്ല. ഇത് പിടിച്ച് ഒരു റൗണ്ട് ഒന്ന് നടക്കാം നമുക്ക്. നമ്മളെ ഫിക്ഷൻ കോണ്ടന്റില് ഏറ്റവും മികച്ചത് നമ്മൾ കണ്ടു. ഇനി എമേർജിംഗ് ഫിക്ഷൻ കോണ്ടന്റിന് ഇത്തവണ അമൃത TV ഈ ഒരു അവാർഡ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ അവാർഡ് ശരത്തേട്ടനോടൊപ്പം തന്നെ നൽകാനായി ഗൗരിയെ വേദിയിലോട്ട് സ്വാഗതം. ഗൗരിജി കിഷൻ. എമേർജിംഗ് ഫിക്ഷൻ കോണ്ടന്റിന്റെ ഈ ഒരു അവാർഡ് നൽകാനായി ഞാൻ ഒരാളെയും കൂടി വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. ഫ്രം പോൾമൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്, മേ ഐ റിക്വസ്റ്റ് ദി MD ഷൈൻ പോൾ ഓൺ ടു ദി സ്റ്റേജ്. അഗൈൻ പോൾമൻ മീഡിയ ആയാലും ഷൈൻജനാണെങ്കിലും നമുക്ക് നൽകുന്ന ഒരു സപ്പോർട്ടിന് തീർച്ചയായും a big thank you from the bottom of our hearts and a token of appreciation.
എമേർജിംഗ് ഫിക്ഷൻ കോണ്ടന്റ് ഒരു കുട്ടിക്കാണ് കൊടുക്കാൻ പോകുന്നത്. ആ കുട്ടി ഉണ്ടാക്കുന്ന കോണ്ടന്റ് പറഞ്ഞേ പറ്റുള്ളൂ. ശരിക്കും ഇവിടെ പലരും അതിന്റെ പല ത്രെഡ്സും എടുത്ത് ചിലപ്പോൾ സ്കിറ്റുകൾ വരെ ആക്കാറുണ്ടെന്നുള്ളതാണ് വാസ്തവം. സോ ദ നെയിം ഈസ് അൻസു മറിയ. വീഡിയോ പ്ലീസ്. ഉരുളക്കുപ്പേരി പോലുള്ള ഗംഭീര ഫൺ കൗണ്ടറുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ടീനേജുകാരി സ്കൂളിലെ കൂട്ടുകാരെയും നാട്ടിലെ അയൽക്കാരെയും ഒക്കെ കഥാപാത്രങ്ങളാക്കി മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകയായ ഈ പെൺകുട്ടി ഒരുക്കുന്ന വീഡിയോകൾക്ക് പ്രായലിംഗ ഭേദമന്യെയാണ് ആരാധകർ. നാട്ടിൻപുറത്തെ സ്കൂളുകളിലെ വീടുകളിലെ റിയൽ ലൈഫ് കോമഡികൾക്ക് കുട്ടികളുടെ വേർഷനിൽ ഒരു റീൽ ടച്ച്, പുതിയ കഥകൾ, പുതിയ ചിന്തകൾ, പുതിയ അവതരണ രീതി, അങ്ങനെ കഥയും തിരക്കഥയും സംഭാഷണവും അഭിനയവും ഒക്കെയായി മുന്നേറുന്ന കുട്ടി സംഘത്തിലെ സിനിമാ താരം കൂടിയായ മിന്നും പെൺതാരം, യൂട്യൂബിലെ എമേർജിംഗ് സ്റ്റാർ, ബിഗ് സ്ക്രീനിലെ നാളെയുടെ താരം, ബെസ്റ്റ് ഫിക്ഷൻ കണ്ടന്റ് എമേർജിംഗ് 2025 അൻസു മരിയ ഒഫീഷ്യൽ. ബെസ്റ്റ് ഫിക്ഷൻ കണ്ടന്റ് എമേർജിംഗ് 2025 അൻസു മറിയ. ശരദേട്ടനും ഗൗരിയും ചേർന്നാണ് അവാർഡ് നൽകുന്നത്. From Paulman Media, Mr. Shine Paul, presenting her with 20,000 rupees from Paulman Media. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ അവാർഡ് കിട്ടിയതിന്. എന്നെ ഇവിടം വരെ എത്തിച്ച ജയകൃഷ്ണൻ സാറിനും എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടുകാർ എല്ലാവർക്കും ഒരുപാട് നന്ദി. അമൃത ടിവിക്കും എനിക്ക് അവാർഡ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. ചുരുൾ എന്നാണ് പേര്. അൻസുമരി ഒഫീഷ്യൽ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അൻസുമരി തോമസ് ആണ് ശരിക്കുള്ള പേര്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഇത് ആരാണ് എഴുതുന്നത്? പറഞ്ഞല്ലോ ഇതിനകത്ത് റൈറ്റർ ആരാണത്? എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ജയകൃഷ്ണൻ സാറാണ്. സാറും ഞാനും കൂടെ പറഞ്ഞിട്ടാണ് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഉണ്ട്. Thank you, Ole. Congratulations. Keep doing great content. Etta. Thanks a lot. Thank you. Okay. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ കാണട്ടെ. ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ടു our sponsors, MyG Future, Devon Foods, Leo Hospital Wayanad, Fine Day Homes, Aquastar, Destination Capture, Kairali Agriculture, Swarnamukhi Gold and Diamonds, Vaidyaratnam Aushadashala, and Life Planner Studies. A big round of applause to our sponsors for keeping it alive. അടുത്ത അവാർഡ് സെറ്റ് നൽകാനായിട്ട് ശ്വേത ചേച്ചി ഒന്ന് വേദിയിലൂടെ സ്വാഗതം ചെയ്യട്ടെ. മാഡം പ്രസിഡന്റ്, വെൽക്കം. ഓക്കെ, ശ്വേത ചേച്ചിയോടൊപ്പം ഈ അവാർഡ് നൽകാനായി, ഒപ്പം ക്യാഷ് പ്രൈസ് കൂടി നൽകാനായിട്ട്, let me call on stage the Managing Director of Life Planner Studies and Opportunities Private Limited, Mr. Sujin C. Cherian. നമുക്ക് അദ്ദേഹത്തിനുള്ള ഒരു ആദരം നൽകാം. Sujin, again, thanks a lot for the wholehearted support that you're giving Amrita TV and the Digital Media Awards. അടുത്ത കാറ്റഗറി ഇസ് ദ പോപ്പുലർ മോട്ടിവേറ്റർ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വീഡിയോയുടെ എക്സേർപ്സ് കണ്ടാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ തോന്നുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനാണ് നമ്മൾ ഇന്ന് ഈ അവാർഡ് നൽകുന്നത്. None other than അഭിഷാദ് ഗുരുവായൂർ. വീഡിയോ. നെഗറ്റീവ് വൈബുകളെ പൊളിച്ചടുക്കി പോസിറ്റിവിറ്റിയുടെ ഫുൾ ഡോസ് തരുന്ന മോട്ടിവേഷൻ ഗുരു. സ്വപ്നം കാണാനും അത് സ്വന്തമാക്കാനുമുള്ള വഴി കാട്ടുന്ന, വാക്കുകൾ കൊണ്ട് മാജിക് തീർക്കുന്ന, പലരുടെയും ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ് മൊമെന്റുകൾ സൃഷ്ടിച്ച മോട്ടിവേഷണൽ സ്പീക്കർ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാത്ത ഒരു യൂത്ത് പോലും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. മലയാളികളുടെ ഇൻസ്പിരേഷൻ ഹീറോ. സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് കാഴ്ചക്കാർ കണ്ട് വൈറലാക്കിയ ഇൻസ്പിരേഷൻ റീലുകളിലൂടെയും വീഡിയോകളിലൂടെയും പോപ്പുലറായ സൂപ്പർ സ്പീക്കർ, ഗുരുവായൂരപ്പന്റെ സ്വന്തം നാട്ടുകാരൻ, ബെസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ പോപ്പുലർ 2025 അഭിഷാദ് ഗുരുവായൂർ. The Best Popular Motivator Award. And Mr. Sujin C. Cherian to do the honors of giving the cash prize.
അഭിമാനം, സന്തോഷം, വലിയ സന്തോഷം. മോട്ടിവേഷൻ എല്ലായിടത്തും വർക്കാവില്ല, ഞാനൊക്കെ ഇന്നലെ ഒരു പേരന്റ് എഴുന്നേറ്റെന്ന് ചോദിച്ചു, ഈ പ്രായത്തിലുള്ള മക്കള് പറഞ്ഞത് അനുസരിക്കുന്നില്ല, അപ്പൊ എന്ത് ചെയ്യണം, സാറിനൊരു ടിപ്പ് പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി പറഞ്ഞു കൊടുത്തു. അതായത് ഓർഡർ ഇടുന്നതിന് പകരം ഡിസ്ക്രൈബ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ അവരോട് ഒരു കാര്യം ആജ്ഞാപിക്കുന്നതിന് പകരം പ്രശ്നം എന്താണെന്ന് പറയാം. ഉദാഹരണത്തിന്, വിരുന്നുകാർ വരുന്നു, അമ്മ അല്ലെങ്കിൽ അച്ഛൻ ചിക്കൻ പൊരിച്ചു വെക്കുന്നു. അപ്പോൾ കുട്ടി വന്നിട്ട് അതിൽ നിന്ന് ഒരു ചിക്കൻ എടുക്കുമ്പോൾ അമ്മ പറയും വെക്കേ എന്ന് പറഞ്ഞാൽ ഒരു ടീനേജിലുള്ള പയ്യൻ വെക്കാൻ സാധ്യതയില്ല. അതിന് പകരം പ്രശ്നം എന്താണെന്ന് പറയാം. മോനു, അമ്മാവനാണ് വരുന്നത്, ആർത്തി പണ്ടാരമാണ്, എക്സ്ട്രാ ചോദിച്ചാൽ കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ വെക്കും. കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞ് ഞാനിവിടെ പോന്നു. ഇന്ന് 11 മണിക്ക് ആ അമ്മ എന്നെ വിളിച്ചു, സാറേ ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ചിക്കൻ്റെ പരിപാടി പൊളിഞ്ഞു, കാരണം ചെക്കൻ അവിടെ വെച്ചില്ല. ഞാൻ പറയാം, അത് അമ്മാവനും മോനും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എല്ലായിടത്തും ചിലപ്പോൾ മോട്ടിവേഷൻ വർക്കാവില്ല, പക്ഷെ ചില സ്ഥലത്ത് ചില വാക്കുകൾ ചിലവരൊക്കെ ഇൻസ്പയർ ചെയ്യും. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഓടി വന്നിട്ട് ചിലവരൊക്കെ കെട്ടിപ്പിടിക്കും. ചില സന്ദർഭങ്ങളിൽ ഒരു തട്ട്, ആർക്കും ആരെയും മോട്ടിവേറ്റ് ചെയ്യാം. ഇപ്പം എനിക്കാ മോട്ടിവേഷൻ കിട്ടിയത്. ഇത്രയും ആളുകളെ കാണുമ്പോൾ നമ്മളൊക്കെ ഇനി വളരാനുണ്ട് കുറേ എന്ന് ഒരു മോട്ടിവേഷൻ ഇവിടുന്ന് കിട്ടി. താങ്ക്സ് a lot. Please keep motivating. അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും വർക്ക് ആയില്ലെങ്കിലും കുഴപ്പമില്ല. താങ്ക് യു അഭിഷേക്, താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. നമുക്ക് അടുത്ത അവാർഡ് നൽകുന്നതിനായിട്ട് നമ്മുടെ വൈദ്യരത്നം ഔഷധശാലയുടെ മാർക്കറ്റിംഗ് ഹെഡ് മിസ്റ്റർ ജോസ് താലപ്പനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ജോസ്, മേ ഐ റിക്വസ്റ്റ് യുവർ പ്രസൻസ്. നമുക്ക് നൽകുന്ന കണ്ടിന്യൂഡ് സപ്പോർട്ടിന്, നമ്മളോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കുന്നതിനൊക്കെ നമ്മുടെ ഒരു സ്നേഹോപഹാരം. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. This time it's for the emerging popular motivator. ലൈഫ് കൊണ്ട് തന്നെ ചിലർ എക്സാമ്പിൾ ആവുമല്ലോ. ചില ഇടത്തോട്ടൊക്കെ പോയി, ചില സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫ് കൊണ്ട് തന്നെ കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ എമർജിംഗ് മോട്ടിവേറ്റർ. ആൻഡ് ദ നെയിം ഈസ് ഡോക്ടർ നിഷ റാഫേൽ. വീഡിയോ പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ. ഹൃദ്യമായ ജീവിത പാഠങ്ങളും മനോഹരമായ അനുഭവങ്ങളുമായി സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായ അധ്യാപിക. സമൂഹ മാധ്യമങ്ങളിൽ മോഹൻലാലിനെ അനുകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന വീഡിയോകളിലൂടെ ശ്രദ്ധേയയായ തൃശൂർ സ്വദേശിനി. അധ്യാപന ശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായുള്ള ശ്രമങ്ങൾക്ക് അന്ന് ടീച്ചർക്ക് കിട്ടിയത് യൂത്തിന്റെ കയ്യടി. തന്റെ ജീവിത നേർസാക്ഷ്യങ്ങളുമായി ടീച്ചർ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയും ടീച്ചറോടൊപ്പം കൂടി. തോൽക്കാൻ തയ്യാറല്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ കൈപ്പിടിയിലാക്കാമെന്ന സ്വന്തം വാക്കുകൾ സ്വജീവിതം കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പെൺകരുത്ത്. ബെസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ എമർജിംഗ് 2025 ഡോക്ടർ നിഷ റാഫേൽ. Ladies and gentlemen, put your hands together for the best emerging motivator, Dr. Nisha Rafael. Congratulations with your award. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. ഒരുപാട് സന്തോഷം. ഇതുവരെ എത്തിച്ചേരാനായിട്ട് ഒരുപാട് കടമ്പകൾ കടന്നുപോയിട്ടുണ്ട്. പെൺകരുത്ത് എന്ന് മിഥുൻ കുറച്ച് നേരത്തെ പറഞ്ഞു. അത് വെറും ഒരു വാക്കായിട്ടാണ് മിഥുൻ പറഞ്ഞതെങ്കിലും ആ ജേണി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് കഠിനം തന്നെയായിരുന്നു. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവും. എൻ്റെ 2 മക്കൾ കൂടി എൻ്റെ അപ്പുറത്തുണ്ടെങ്കിൽ. അപ്പൂസിനെയും കുട്ടൂസിനെയും വേദിയിലേക്ക് വിളിക്കൂ. അപ്പൂസ്, കുട്ടൂസ് ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. ഞാനിവിടെ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമ്മളിടം എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. പരമാവധി എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതിൽ ഞാൻ എപ്പോഴും പാടുന്ന 2 വരിയാണ്. പാട്ടിന്റെ മഹിമയൊന്നും നോക്കരുത്, പാട്ടിന്റെ അർത്ഥം മാത്രം എടുത്താൽ മതി. പുല്ലാഞ്ഞികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും ആകാശക്കൂടാരക്കീഴിലെ ആശാമരച്ചോട്ടിലും
പാഴ്മുളം തണ്ട് പൊട്ടും വരെ ഈ ഗാനമില്ലാതെ ആകും വരെ കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിടുന്നിടും ഇടയന്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ. ആ പാട്ടിന് ഒരുപാട് അർത്ഥമുണ്ട്. ആ ഒരു പുല്ലാങ്കുഴലിന്റെ സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രുതി മധുരമാണ്. പക്ഷെ ആ ശ്വേത ചേച്ചിയൊക്കെ ആ പുല്ലാങ്കുഴലിൽ പിടിച്ചു നിൽക്കുന്ന മറ്റേ ചെമ്പക പൂങ്കാട്ടിൽ അതിലില്ലേ പുല്ലാങ്കുഴൽ പിടിച്ചു നിൽക്കുന്ന സീക്വൻസ് ഇല്ലേ, പുല്ലാങ്കുഴൽ ഉണ്ടാക്കുന്നത് എത്രമാത്രം ഹാർഡ്ഷിപ്സിലൂടെ കടന്നു പോയിട്ടാണ്. കാരണം അതിലൊരു മുരളീനാദം വരുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ശ്രുതി മധുരമാണ്. പക്ഷെ അത് എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടാണ് അത് എത്തിച്ചേരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. തീർച്ചയായും വലിയൊരു കൈഡി എല്ലാവരും ചേർന്ന്. ആൻഡ് ഈ അവാർഡുമായി 2 മക്കളെയും സൈഡിൽ നിർത്തി നേരെ അവിടെ പോയെന്ന് പോസ് ചെയ്യാം. ഓക്കെ, നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 അടുത്ത കാറ്റഗറി ടെക്നോളജിയാണ്. നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് രസകരമായിട്ട് ടെക്നോളജി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന നല്ല വ്ളോഗേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും പോപ്പുലർ ടെക് വ്ളോഗറിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. അപ്പൊ തീർച്ചയായും ഈ അവാർഡ് നൽകുന്നതിനായിട്ട് ലെറ്റ് മീ വെൽക്കം ഗൗരി ബാക്ക് ഓൺ ടു ദ സ്റ്റേജ്. ആൻഡ് along with Gauri, let me welcome from MyG India Private Limited, the Assistant VP, Mr. Radish Kuddat. Thank you for joining our ride. ടെക് എന്ന് പറയുന്ന കറക്റ്റ് കാറ്റഗറിയാണ് നിങ്ങളുമായിട്ട് ചേർന്ന് വരുന്നത്. അമൃത ടിവിയുടെ ഈ ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഭാഗമായിട്ട് നമുക്ക് തരുന്ന സപ്പോർട്ടിന് a token of our appreciation, please. Thank you, MyG India Private Limited, for the wholehearted support. Thank you, Mr. Radish. പോപ്പുലർ ടെക് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ പേര് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇവർ കാണിക്കുന്ന ചില പരീക്ഷണങ്ങൾ കണ്ട് നമ്മളെല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. കാരണം ആ രീതിയിലാണ് ടെക്നോളജി ആണെങ്കിലും അവരുടെ എക്സ്പെരിമെന്റ്സ് ആണെങ്കിലും ഒക്കെ വരുന്നത്. ആൻഡ് ദ ഹ്യൂജ് ഫോളോയിങ് ദാറ്റ് ദേ ഹാവ്. ലെറ്റ് മീ സേ ദ പോപ്പുലർ ടെക് വ്ളോഗർ 2025 അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഇത്തവണ ലഭിച്ചിരിക്കുന്നത് M4Tech. വീഡിയോ പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ. മലയാളികളുടെ സ്വന്തം ടെക് ഐക്കൺ, സ്വന്തം വീട് ഒരു ടെക്നോ ലോകമാക്കി മാറ്റി ഡിജിറ്റൽ ലോകത്തെ ലക്ഷക്കണക്കിന് മച്ചാന്മാർക്ക് പ്രചോദനമായി മാറിയ ചാനൽ. ലളിതമായ പരീക്ഷണങ്ങളിൽ നിന്ന് കിടിലൻ ഇൻവെൻഷനുകളിലേക്ക് സയൻസും ഫണ്ണും ഇൻഫർമേഷനും ടെക്നോളജിയും ചേരുംപടി ചേർത്തുള്ള മാജിക്. വിദ്യാഭ്യാസവും വിനോദവും ഒറ്റ ഫ്രെയിമിൽ ചേർത്ത് എഡ്യൂറ്റൈൻമെന്റ് എന്ന ബ്രാഞ്ച് മലയാളം ഡിജിറ്റൽ വേൾഡിൽ തുടങ്ങിയ പ്രതിഭ. സ്മാർട്ട്, ക്രിയേറ്റീവ്, പോസിറ്റീവ്, സിമ്പിൾ, അങ്ങനെ എല്ലാ വിശേഷണങ്ങളും ഒത്തൊരുമിക്കുന്ന പേര് M4Tech. ബെസ്റ്റ് ടെക് ചാനൽ പോപ്പുലർ 2025. M4Techന്റെ സ്വന്തം മച്ചാന്മാർ ജിയോ ആൻഡ് പ്രവീൺ. The most popular tech vlogger award. മച്ചാമാരെ. Hey, Praveen. Please present them with the award. The most popular tech vloggers. And Mr. Radish from MyG India Private Limited to award them with a cash prize 25,000 rupees. ഒരുപാട് സന്തോഷം. ഇത്ര നാള് ഞങ്ങളുടെ കൂടെ നിന്ന് ഈ അമൃത ടിവിയുടെ ഒരു വേദിയിൽ ഞങ്ങളെ എത്തിച്ച് ഈ ഒരു അവാർഡിന് അർഹരാക്കിയ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനും എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇവരുടെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണണമാണല്ലോ. അതിന്റെ എന്റെ ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞാല് ആ കാണുന്നതല്ല, അതിന്റെ അടിയിൽ മലയാളികളുടെ കമന്റ് വായിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഇരുന്ന് ചിരിക്കാനും ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളും ഒക്കെ കാണാറില്ലേ നിങ്ങൾ കമന്റ്സ് എല്ലാം? ഇടയ്ക്ക് നമുക്കൊന്ന് കണ്ടാലോ? അടിയിലുള്ള കമന്റുകൾ ഒന്ന് വായിച്ചോണേ എല്ലാരും. ഇനി ആരെങ്കിലും പടക്കം കൊണ്ട് ആക്രമിച്ചാൽ വാഴപ്പിണ്ടി കൊണ്ട് തടുക്കാം. അപ്പൊ ഇതാണല്ലേ ഈ ഹരിത പടക്കം. ഇപ്പോഴാ മനസ്സിലായേ? അയ്യോ, ഇതൊന്നും ഞങ്ങൾ വായിച്ചിട്ടില്ല. അതെ, ഇനി ആർക്കാണ് എന്നെ വാഴയെന്ന് വിളിക്കണ്ട പറയടാ. അതെ, മീറ്റു അമ്മേ, ആ അച്ഛനെങ്കിൽ വിളിക്ക്, കാണിച്ചു കൊടുക്ക വാഴയുടെ ബലം.
ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോ എന്ന് പറഞ്ഞൂടാ? ഒരു ഫുൾ ജാർ സോഡ ഉണ്ടാക്കിയില്ലേ ഇത് വെച്ചിട്ട്, ഇത്രയും സാധനങ്ങളെല്ലാം വെച്ചിട്ടല്ലേ ഒരു മൊത്തത്തിൽ വെച്ചിട്ട് ഒരു ഫുൾ ജാർ സോഡ. അതിന്റെ അടിയിൽ വന്ന കമന്റ് ആണ്, കുറച്ച് ദിവസത്തേക്ക് ചാനൽ അവധിയായിരിക്കും എന്ന് അറിയിച്ചോളൂ. ദൈവം സഹായിച്ചൊന്നും സംഭവിച്ചില്ല. ഇത് എന്നിട്ട് കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും നല്ലതായിരുന്നു അല്ലേ? അതെ, എനിക്കിഷ്ടായി. ആണല്ലേ, ഇഷ്ടായി. അതിന്റെ മറുപടി വന്നിട്ടുണ്ട്, ലേ ടോയ്ലറ്റ് എന്റെ മനയിലേക്ക്. അതുകൊണ്ടാണല്ലോ അവരിത്രയും വ്യത്യസ്തരാവുന്നതും ആ പരീക്ഷണങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ അവാർഡ് നൽകി അവരെ ആദരിക്കുന്നത്. കീപ് ഗോയിങ്. ഇങ്ങനെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക്സ് a lot and congratulations you and Praveen. എംപടെക് മച്ചാൻ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. അടുത്ത അവാർഡ് നമ്മളിപ്പോ കണ്ടത് മോസ്റ്റ് പോപ്പുലർ ടെക് ആണെങ്കിൽ മോസ്റ്റ് പോപ്പുലർ എമർജിംഗ് ടെക്. എമർജിംഗ് ടെക് യെറ്റ് അഗൈൻ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകി. ഇത് പരീക്ഷണങ്ങളല്ല, ഏറ്റവും പുതിയ സംഭവങ്ങൾ, AI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടല്ലോ. ആൻഡ് ദാറ്റ് ടു വെരി ലേമൻ ടേംസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരാളാണ്. കൺഗ്രാറ്റുലേഷൻസ് രതീഷ് ആർ മേനൻ. വീഡിയോ പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ. സാങ്കേതിക വിദ്യയുടെ ലോകത്ത് മലയാളികൾക്ക് വഴികാട്ടിയായ ഒരു യൂട്യൂബ് ചാനൽ. ടെക് ലോകത്തെ പുതിയ ട്രെൻഡുകൾ സാധാരണക്കാരന്റെ ഭാഷയിൽ മനസ്സിലാക്കി തരുന്ന മലയാളത്തിലെ ആദ്യത്തെ ടെക് വ്ലോഗർ. നമ്മളുടെ ചോദ്യങ്ങൾക്കായുള്ള ഉത്തരം, കൺഫ്യൂഷനുകൾക്കുള്ള സൊല്യൂഷൻ തുടങ്ങിയ സാങ്കേതിക ലോകത്തെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരു മലയാളം ഗൈഡ്. ന്യൂ ഗാഡ്ജറ്റ്, ഫസ്റ്റ് ലുക്ക്, ഫസ്റ്റ് റിവ്യൂ, അത്രയും ഫാസ്റ്റ് ആണ് ഈ ന്യൂജൻ ബ്ലോഗർ. ബെസ്റ്റ് ടെക് ചാനൽ എമർജിംഗ് 2025 രതീഷ് ആർ മേനോ. Gauri, if you could do the honors of presenting him with the award. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ Mr. Ravish, the cash prize from MyG India Private Limited. Congratulations, please. താങ്ക് യു. Your crown. നമ്മളൊക്കെ സാധാരണ സിനിമകളൊക്കെ കണ്ടുവരുമ്പോൾ, അതായത് സിനിമകൾ കണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ആ നായകന്റെ വില്ലന്റെ ഒക്കെ ഇത് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്കും അതുപോലെ ഒന്ന് ഫേമസ് ആവണം, ആളുകളുടെ മുന്നിൽ ഒന്ന് ഷോ കാണിക്കണം എന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ കാണുമെങ്കിലും എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, പാടാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഒന്നും അറിയില്ല. സാഹിത്യമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ ഉള്ള ഒരു ഞാൻ എങ്ങനെ ആളുകളുടെ മുന്നിൽ പ്രസിദ്ധനാവും? എനിക്കറിയാവുന്ന ഒരു ഇങ്ങനത്തെ മൊബൈല്, അതെ, അപ്പൊ ഞാൻ ചെന്നാൽ പിന്നെ എൻ്റെ അറിവുകൾ പറഞ്ഞു ആദ്യമൊന്നും ആരും അംഗീകരിക്കില്ല എന്നാണ് കരുത്. പക്ഷേ അതിന് ആൾക്കാർ ധാരാളം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നതുള്ളൂ, എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടാവും. ആ ഒരു കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചാൽ അവർക്കും ഇതാവാം. 100%. ആ നീഷ് നമ്മള് കണ്ടെത്തുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു രതീഷ്, കൺഗ്രാറ്റുലേഷൻസ്. തീർച്ചയായും അവാർഡുമായിട്ട് ഒരു പോസ് കാണാം നമുക്ക്. ഓക്കെ, പ്ലീസ്. Thank you, Gauri. Thanks a lot. Thank you. നമുക്കൊരു ക്വിക്ക് വേർഡ് ഓഫ് താങ്ക്സ് ടു അവർ സ്പോൺസേഴ്സ്. A shout out MyG Future, Devon Foods, Leo Hospital Wayanad, Fine Day Homes, Aquastar, Destination Capture, Kairali Agriculture, Swarnamukhi Gold and Diamonds, Vaidyaratna Aushadashala, and Life Planner Studies. Amrita TV Digital Media Awards 2025 ഇനി അടുത്ത കാറ്റഗറി ദ മോസ്റ്റ് പോപ്പുലർ ഫാമിലിയാണ്. ഈ അവാർഡ് നൽകുന്നതിനായിട്ട് ഞാൻ രണ്ടുപേരെ ഒന്ന് വേദിയിലോട്ട് സ്വാഗതം ചെയ്തോട്ടെ. ആദ്യം ശ്വേത ചേച്ചിയെ ഒന്ന് വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. Please put your hands together and welcome Shweta Menon, everyone. ഇനി ക്യാഷ് അവാർഡ് നൽകുന്നതിനും തീർച്ചയായും നമുക്ക് നൽകുന്ന സപ്പോർട്ടിന് ഒരു ആദരം നൽകാനുമായിട്ട് ഡെസ്റ്റിനേഷൻ ക്യാപ്ചറിന്റെ മാനേജിംഗ് പാർട്ട്ണർ സുജിത് കുമാർ എമ്മിനെയും മിസ്സസ് സംഗീത GSനെയും ആദ്യമേ തന്നെ ഡെസ്റ്റിനേഷൻ ക്യാപ്ചറിന്റെ സപ്പോർട്ടിന് നമ്മുടെ അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സിന്റെ കൂടെ നിൽക്കുന്നതിനും അമൃത TVയുടെ ഈ യാത്രയുടെ ഭാഗമായതിനും ബിഗ് താങ്ക്സ്. അതിന്റെ ഒരു സ്നേഹോപഹാരം ശ്വേതേച്ചിയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക. ഇന്ന്
നമ്മൾ കൊടുക്കാൻ പോകുന്ന അവാർഡ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർക്ക് ഇന്ത്യയിൽ റൂബി ബട്ടൺ, അതായത് ആ റെഡ് യൂട്യൂബ് ആ ഒരു ബട്ടൺ കിട്ടിയിട്ടുള്ളൂ. സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും ഡയമണ്ട് പ്ലേ ബട്ടൺ വരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് ഈ ഒരു ഫാമിലി കാരണമാണ്. Ladies and gentlemen, the most popular family and the award goes to KL Bro, Biju and family. നന്മയുടെ ദീപം തെളിയട്ടെ. ഒരു വീട്ടിലെ കോമഡിയും സ്നേഹവും വഴക്കും കളിചിരികളുമെല്ലാം മൊബൈൽ ക്യാമറയുടെ ചെറിയ സ്ക്രീനിലാക്കിയപ്പോൾ പിറന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ ലോകത്തെ റൂബി ക്രിയേറ്റർ പ്ലേ ബട്ടന്റെ തിളക്കമുള്ള വലിയ ചരിത്രം. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഇരട്ടിയിലധികം സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിന്റെ എണ്ണത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തുമൊക്കെ ഈ ഒരൊറ്റ ചാനലിന് തന്നെയെന്ന അത്യപൂർവത. കേരളത്തിൽ ആദ്യമായി യൂട്യൂബിൽ 5 കോടി സബ്സ്ക്രൈബേഴ്സ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഫാമിലി വ്ലോഗർ. ഈ ലോകത്തെ സിമ്പിൾ ലൈഫിനെ വെർച്വൽ വേൾഡിലെ പോപ്പുലർ ട്രെൻഡിംഗ് ആക്കിയ വ്ലോഗിംഗ് സ്റ്റാർസ്. വിശേഷണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും അപ്പുറമാണ് കണ്ണൂരിലെ ഈ സാധാരണ കുടുംബം. തുടക്കത്തിൽ പ്രചോദനവും പ്രോത്സാഹനവും തന്ന് കൂടെ നിന്ന കൂട്ടുകാരന്റെ കാറിന്റെ പേര് ചാനലിന്റെ പേരാക്കി മാറ്റിയ ദ വൺ ആൻഡ് ഓൺലി KL Bro. ബെസ്റ്റ് ഫാമിലി വ്ലോഗർ പോപ്പുലർ 2025 ബിജു ഋത്വിക്. The most popular family 2025. നന്മയുടെ ദീപം തെളിയട്ടെ. മേന്മയുടെ പാതയിൽ ഉയരട്ടെ. ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. Destination capture 25,000 rupees. Congratulations. എന്താണോ ജീവിതം അത് അതുപോലെ നമ്മളിലേക്ക് കാണിച്ചു തന്ന് അത്രയും റോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. എത്രയായി ഇപ്പോ? 6 കോടി കഴിഞ്ഞല്ലോ. 8 കോടിയാണ് സബ്സ്ക്രൈബേഴ്സ്. 8 കോടി അല്ലേ? ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടി കാണും, അറിയാം. പക്ഷെ എന്നാലും രാവിലെ നോക്കിയപ്പോ 8 കോടിയാണ്. സന്തോഷവും, വളരെയധികം സന്തോഷവും. അമൃത TV നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു ഇന്റർവ്യൂ എല്ലാം തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ എന്താ ഇവിടെ 80 മില്യണോളം എത്തുന്ന സമയത്ത് നമ്മളെ വിളിച്ച് അവാർഡ് തന്നു. ഭയങ്കര സന്തോഷം. നമ്മൾ പറഞ്ഞാണ്, അതായത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള മനുഷ്യനെ കല്യാണം കഴിക്കാനായിട്ട് കർണാടകയിൽ നിന്നാണല്ലോ ആള് വന്നത് അല്ലേ? അല്ല, കഴിച്ചതിന് ശേഷം ഫേമസ് ആയത്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നാ പറയണ്ടേ, എല്ലാവരുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ നിർത്താൻ കാരണം. പിന്നെ അമൃത TVയോട് ഒരുപാട് നന്ദി, താങ്ക്സ്. ശരത്തേട്ടാ അറിയാമോ, വൈറലായിട്ടുള്ള ഒരു കന്നഡ പാട്ടുണ്ട്. ആ കന്നഡ പാട്ട് പാടണ്ടേ? അത് പാടാതെ പോകാൻ പറ്റുമല്ലേ? കേരള കർണാടക ബന്ധം തന്നെ ഊട്ടി ഉറപ്പിച്ചത് ആ പാട്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ തീർച്ചയായും അല്ല, എനിക്ക് പാടാൻ 2 വരിതാ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ശരത്തേന്റെ മുമ്പിൽ ഒരു പാടാൻ കിട്ടുന്ന അവസരമല്ലേ? ശരത്തേന്റെ മുമ്പിൽ ഞാനൊന്നും ഒന്നുമല്ല. ഞാൻ പോട്ടെ, പോലെ പോലെ പ്ലീസ്. ഞാൻ എന്നാ പറയണ, പാടെന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഞാൻ 2 വരി പാടാം. ധൈര്യമായിട്ട് പാടി. ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ, ಹೊಸ ಕನಸೊಂದು ಹೊಸಲಿಗೆ ಬಂದು ಬೆಳಗಿದ ಮನೆಯ ಮನಗಳ ಇಂದು ಆರಾಧಿಸು ರಾಜರತ್ನನ್ನು, ಆಡಿಸಿಯೇ ನೋಡು ಬೀಳಿಸಿಯೇ ನೋಡು, ಎಂದು ಸೋಲದು ಸೋತು ತಲೆಯ ಬಾಗದು. ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ആ രാജകുമാരാന്ന് പറഞ്ഞത് മാത്രം പുള്ളി ഏറ്റെടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും ഏറ്റെടുത്തു. പക്ഷെ നിങ്ങൾ അവിടുത്തെ ഒരു രാജകുമാരനെ കാണണ്ടേ? ആ ഇദ്ദേഹം കഴിക്കുന്നത് കണ്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്നറിയോ കേരളത്തില്? ഇതാണ് റോൾ മോഡല്. കുട്ടികളെ കഴിക്കാനായിട്ട് എന്താണ് സംഭവിക്കാറ്? നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടില്ലേ? അതിന്റെ അടിയിൽ കമന്റ് കാണാറുണ്ടല്ലോ അല്ലേ? അതൊന്ന് പറയൂ, ആ കുട്ടിയുടെ കാര്യം ഒന്ന് പറയൂ. ഞങ്ങള് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യല്. ഇവനായിരുന്നു അവനാകുന്ന സമയത്ത് വീഡിയോ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഇവന് കുറച്ച് പണി കുറഞ്ഞു, ഇപ്പൊ അവനാണ് പണി.
അവന്റെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കും, പിന്നെ അത് കഥയിൽ ഉൾപ്പെടുത്തും. അവന് ബുദ്ധിമുട്ടൊന്നുമില്ല, അത് നമ്മൾ ജസ്റ്റ് എടുത്ത് വെച്ച് പിന്നെ കഥയാക്കിയിട്ട് എൻ്റെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ സന്തോഷം. നമ്മൾ ഈ ഒരു അവാർഡ് നമ്മളെ അമ്മി ഫാമിലി ഒന്നും ഇപ്പോൾ നമ്മൾ കൂടിയില്ല, എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളെ ഇവിടെ വരെ എത്തിച്ച നമ്മളെ പ്രേക്ഷകർക്ക്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയില്ല, നമ്മളെ ഫാമിലി അംഗങ്ങളാണ്. സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയയിലെ എല്ലാ നമ്മളെ ഫാമിലി അംഗങ്ങൾക്കും നമ്മൾ ഈ ഒരു അവാർഡ് സമർപ്പിക്കുമെന്ന്. അവരാണ് നമ്മളിവിടെ എത്തിച്ചത്, അവർക്ക് നമ്മളിത് കൊടുക്കുമെന്ന്. തീർച്ചയായും. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. അമൃത ടിവി ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഇനി അടുത്തത് എമേർജിംഗ് ബെസ്റ്റ് ഫാമിലി, എമേർജിംഗ് മോസ്റ്റ് പോപ്പുലർ ഫാമിലി. ഈ ഒരു എമേർജിംഗ് ബെസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് അഗൈൻ സംതിങ് വെരി സ്വീറ്റ്. നമുക്ക് ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അവർ വരുമ്പോൾ പറയാം. പക്ഷേ ഈ കൊച്ചു കുടുംബം, വളരെ ലിറ്ററലി കൊച്ചു കുടുംബം, ആ കൊച്ചു കുടുംബത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് അവരുടെ വീഡിയോ കാണാം. ദ ലിറ്റിൽ ഫാമിലി, അമൽ ആൻഡ് സിതാര. നന്മയുടെ ദീപം തെളിയട്ടെ. വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വലിയ കാര്യങ്ങളാക്കി മാറ്റിയ കൊച്ചു ഫാമിലി. ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് ഒരു പരിമിതിയും തടസ്സമാകില്ലെന്ന് തല ഉയർത്തി നിന്ന് ലോകത്തോട് പറയുന്ന സ്വീറ്റ് കപ്പിൾസ്. ഇരുവരും ഒരുമിച്ച് ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്നവർക്കെല്ലാം ഇൻസ്പിറേഷൻ അപ്പുറം ഗംഭീര വൈബ് സമ്മാനിക്കുന്നവയാണ്. ഡെയിലി ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലോകത്തെ സൂപ്പർ കപ്പിൾ അമലും സിത്തുവും. ബെസ്റ്റ് ഫാമിലി വ്ളോഗർ എമേർജിംഗ് 2025 ലിറ്റിൽ കപ്പിൾ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ. Mrs. Sujit and Mrs. Sangeeta, destination capture, 20,000 rupees cash prize. ആദ്യമേ തന്നെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിങ്ങളുടെ മറുപടി ആദ്യം. അമൃത ടി വി തന്ന ഈ ഒരു അവാർഡ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ട അവാർഡാണ്. അതായത് ഇപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ നോക്കി ചിരിക്കാനോ അല്ലെ കളിയാക്കാനോ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം, അതായത് ഞാൻ കംപ്ലൈൻറ്റും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്, അത് അങ്ങനെ തന്നെയുള്ള ഇത് തന്നെയാണ് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലുള്ളത്. എന്താ വെച്ചാൽ നമ്മളെ ഒരു കൊച്ചു കുട്ടീനെ പോലെയാണ് ആൾക്കാരെ കണ്ണിൽ കാണുന്നത്. പക്ഷേ എൻ്റെ ഫോളോവേഴ്സ്, അതേപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ, ഞങ്ങളെ രണ്ടാളെ ഒരു മോളെ പോലെയാണ് ഞങ്ങളെ രണ്ടാളെയും കാണുന്നത്. അവർക്കുള്ളതാണ്, ഞങ്ങളെ ഫോളോവേഴ്സിനുള്ളതാണ് ഈ ഒരു അവാർഡ്. സത്യം. അല്ല, അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഇവരുടെ പരിമിതികൾ നിങ്ങൾ നോക്കുക വേണ്ട, പക്ഷെ കഴിവുകൾ മാത്രം കണ്ടാൽ മതി. രണ്ടുപേരും അവരുടെ ലൈഫിനെ വളരെ രസകരമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് കാണേണ്ടത് തന്നെയാണ്. സിദ്ധു ഒന്നും പറഞ്ഞില്ല. എന്താ പറയണ്ടത്, എനിക്ക് അറിഞ്ഞൂടാ. സന്തോഷമുണ്ട്. ഞാനിപ്പം വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് സന്തോഷം സങ്കടം കൂടെ വന്നു. അല്ല, ഞങ്ങളെ കൊണ്ട് എല്ലാം പറ്റും എല്ലാം തെളിയിക്കുന്നതിനൊരു അച്ചീവ്മെന്റ് അല്ല യൂട്യൂബ്. അല്ലേ തന്നെ ആരും പറഞ്ഞു പറ്റില്ല. ആ പറ്റില്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് പോകാൻ പറ. അല്ലേ, ഇന്നസെന്റ് എന്ന് പറഞ്ഞ ഇപ്പൊ ഇറങ്ങിയ പടത്തില് ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ഓഫീസിലെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് സതീഷ് ഡയറക്ട് ചെയ്ത പടത്തില് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. സ്റ്റേഷൻ ക്യാപ്ചറിന് പ്രത്യേകമായിട്ട് നന്ദി. ശ്വേതജി, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഈ ഡിജിറ്റൽ മീഡിയയിൽ വേറെ ഒരുപാട് ടാലൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവർക്കും കൂടിയുള്ള വേദി ആവണമല്ലോ ഇത്. അത്തരത്തിൽ ഡിജിറ്റൽ മീഡിയയിൽ അല്ലെ സോഷ്യൽ മീഡിയയിലെ സെൻസേഷൻ ആയിട്ടുള്ള ഒരു ഡാൻസറിനെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം വൃന്ദ അർജുൻ ആൻഡ് ടീം. थोड़ी फुर्सत भी मेरी जा कभी बाहों को दीजिए, थोड़ी फुर्सत भी मेरी जा कभी बाहों को दीजिए. आज की रात मजा हुस्न का आँखों से लीजिए, आज की रात मजा हुस्न का आँखों से लीजिए. वक्त बर्बाद न
बाहों से लीजिए आज की रात मजा हुस्न का आँखों से लीजिए जान की कुर्बानी ले ले दिल भर जानी तबाही पक्की है आज तू मेहरबानी जान की कुर्बानी ले ले दिल भर जानी तबाही पक्की है आज तू मेहरबानी मोरनी बागा माँ बोले आधी रात माँ मोरनी बागा माँ बोले आधी रात माँ घन घन गोड़िया है चल गई देख रात माँ गोड़िया है चल गई रात माँ मोरनी बागा माँ बोले आधी रात माँ मोरनी बागा माँ बोले आधी रात माँ घन घन गोड़िया है चल गई देख रात माँ गोड़िया है चल गई रात माँ मोरनी बागा माँ बोले आधी रात माँ बोए बारिश சத்து சத்துன்னு அடிய போட்டு விட்டுருவேன் என்ன சண்டைக்கு கூட்டாமும் ஒன்னா பந்தயம் போட்டு நான் அம்பைய போல வந்தண்டி மன்னிப்பு கேட்டு அப்பையும் வீட்டுல போட்டுக்க போறாங்கல்ல போலீஸ் கம்ப்ளைண்ட் முஞ்சா என்ன கூண்டுல நிப்பாட்டு நம்மளுக்கு இருக்கு சப்போர்ட் உன்னை கூட்டுன்னு போவேன் ஜீப்ல வச்சு கட்டின பொண்டாட்டி அவங்க டாக்டர் லாப வரவேற்பாங்க உன்னோட மாமியா பெரிய டான்ஸ் ஃப்ளோரா கிடண்டி என்னோட ஏரியா உந்தோ கிரேசும் பாசிதோ பிளாட்டே மரியா இது துட்டகம் துட்டகம் இட்டுக்கொண்ட நட்டுக்கம் நட்டுக்கமே அது நொடுக்கம் ஒடுக்கம் நினைக்க வரடக்கம் அடக்கமே இது துட்டகம் துட்டகம் இட்டுக்கொண்ட நட்டுக்கம் நட்டுக்கமே அது நொடுக்கம் ஒடுக்கம் நினைக்க வரடக்கம் அடக்கமே അമൃത ടി വി ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 അടുത്ത കാറ്റഗറി എല്ലാവർക്കും ഇഷ്ടമുള്ള കാറ്റഗറി. എനിക്ക് തോന്നുന്നു നമ്മളെ ലോകം കാണിച്ച നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ നമ്മൾ നേരത്തെ തന്നെ കണ്ടു. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് നമുക്കുണ്ട്. 2025 ഏറ്റവും മികച്ച ട്രാവൽ വ്ളോഗറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഹാരിസ് അമീർ അലി. ഹാരിസ് അമീർ അലിക്ക് ഈ അവാർഡ് നൽകുന്നതിനായിട്ട് ആദ്യമേ ഞാൻ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ സുപ്ര പസഫിക് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ദീപക് ഫ്രാൻസിസ്. Sir, thanks a lot for the wholehearted support that you're providing, Amrita. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്നേഹോപഹാരം. ിലെ ഏറ്റവും പോപ്പുലർ ട്രാവൽ വ്ളോഗർ. Ladies and gentlemen, please put your hands together and welcome ഹാരിസ് അമീർ അലി. നന്മയുടെ ദീപം തെളിയട്ടെ. ലോകം ഒരു വീടാണെങ്കിൽ അതിന്റെ എല്ലാ മുറികളും കണ്ടു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യാത്രക്കാരൻ. കണ്ട കാഴ്ചകളെ, അനുഭവിച്ച രുചികളെ അതേ ഫീലോടെ കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്ന വ്ളോഗർ. 40ഓളം രാജ്യങ്ങളിലെ മഴയും മഞ്ഞും മരുഭൂമിയും രുചി വൈവിധ്യവും ലളിതമായ ഭാഷയിൽ സഞ്ചാരികൾക്ക് ഉപകാരപ്രദമായ സമഗ്ര വിവരങ്ങളോടെ അവതരിപ്പിക്കുന്ന ട്രാവൽ പ്രൊഫഷണൽ. 10 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് സ്നേഹത്തോടെ ഹാരിസിക്ക എന്ന് വിളിക്കുന്ന ബെസ്റ്റ് ട്രാവലർ പോപ്പുലർ 2025 ഹാരിസ് അമീർ അലി. നന്മയുടെ ദീപം തെളിയട്ടെ. മേന്മയുടെ പാതയിൽ ഉയരട്ടെ. ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. വളരെ സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് അമൃത ടി വി ഇങ്ങനെ ഒരു അവാർഡ് തന്ന് ആദരിച്ചതിൽ. അതിനോടൊപ്പം തന്നെ യാത്ര സ്നേഹിക്കുന്ന, യാത്രകൾ ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.
സാധാരണക്കാർക്കും എങ്ങനെ ലോകം കാണാം എന്നുള്ള ആശയത്തോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങിയ ചാനലാണ്. തീർച്ചയായിട്ടും അതിലൂടെ തന്നെ ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ആൾക്കാർ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ വളരെ സന്തോഷം. നമ്മളും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയിട്ട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇദ്ദേഹത്തിനോടൊപ്പം. കപ്പലിലായിരുന്നു 5 ദിവസത്തോളം. അപ്പൊ നമ്മൾ രണ്ടുപേരും കാരണം അവിടുത്തെ ഭക്ഷണം തികഞ്ഞില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. റോയൽ കരീബിന് പരാതി അവിടെ ബോർഡിലിട്ടിരുന്നത്. എനിവേ വളരെ സന്തോഷം. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഹാരിസിക. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. Moving into the next category, ഇത് എമർജിംഗ് ട്രാവൽ ബ്ലോഗർ ആണ്. അമൃത ടി വി ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 എമർജിംഗ് ട്രാവൽ ബ്ലോഗർ ആയിട്ട് ഇത്തവണ തെരഞ്ഞെടുത്തിരിക്കുന്നത്. Ladies and gentlemen, please put your hands together for Sharon's Vlog. നന്മയുടെ ദീപം തെളിയട്ടെ. ഒരു സൈക്കിളിൽ സിനിമാ താരങ്ങളുടെ വീട് തേടി കൊച്ചിയിൽ തേരാപ്പാര യാത്ര തുടങ്ങിയ പിന്നീട് ആഫ്രിക്കയും കടന്ന് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ കാണിച്ച് കാഴ്ച വെറും കാഴ്ചയല്ല, അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് വിനയം നിറഞ്ഞ പെരുമാറ്റത്തോടെ അതിലേറെ ചെറുചിരിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യങ് ബ്ലോഗർ. വാഗ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ പോയി പഴയ ഭാരതത്തിന്റെ കാഴ്ചകൾ കാണിച്ച മലയാളത്തിലെ ആദ്യത്തെ ട്രാവൽ ബ്ലോഗർ. അനായാസവും ആർഭാടമില്ലാത്തതുമായ അവതരണ രീതി കൊണ്ട് ഈ വ്ലോഗർ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയത് 1 മില്യണിലധികം ഫോളോവേഴ്സ്. സഞ്ചരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണമല്ല, അധികമാരും യാത്ര ചെയ്തിട്ടില്ലാത്ത അപൂർവ കാഴ്ചകൾ ഒരുക്കുകയാണ് തന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചെയ്ത വ്ലോഗുകളിലൂടെ ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഷെറിൻസ് വ്ലോഗ്. ബെസ്റ്റ് ട്രാവലർ എമർജിംഗ് 2025. ഷെറിൻസ് വ്ലോഗ്. Sharon's Vlogs, please. നന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. And the cash prize, Mr. Deepak Francis, Vice President, Supra Pacific, Amrita TV നൽകുന്ന 20,000 rupees. എൻ്റെ ഒരു 8 വർഷത്തെ ഈ ഒരു യാത്ര വ്ളോഗിങ് കരിയറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. അതിന് അമൃത ടി വിക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചത് എൻ്റെ പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. അപ്പൊ എന്തായിരുന്നാലും ഇനിയും അങ്ങനെ തന്നെ യാത്രകൾ തുടരട്ടെ കേട്ടോ. ഗംഭീരമായിട്ട് അത് ചെയ്യാൻ കഴിയട്ടെ. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി നമ്മൾ പലരും കാണാത്ത പല സ്ഥലങ്ങളും പല എക്സ്പീരിയൻസസും അങ്ങനെ തന്നെ കാണിക്കാൻ സാധിക്കട്ടെ കേട്ടോ. താങ്ക് യു. അപ്പൊ അന്റാർട്ടിക്ക പോയി, അത് വലിയൊരു ഡ്രീമായിരുന്നു. 3 വർഷം പ്ലാൻ ചെയ്ത അന്റാർട്ടിക്കയിൽ പോയി കാലുകുത്തി, ഇന്ത്യൻ ഫ്ലാഗ് അവിടെ ഉയർത്തി. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. അടുത്ത കാറ്റഗറി ഞാൻ വിളിക്കുമ്പോ ഇത് കൊടുക്കാൻ ഇതിലും പറ്റിയ ഒരാൾ ഇവിടെ ഇല്ല. ഐ ഹാവ് ടു കോൾ ശ്വേത മേനൻ ബാക്ക് ഓൺ ടു ദ സ്റ്റേജ്. കാറ്റഗറി പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ഗിവ് ഇറ്റ്, പ്ലീസ്. ആൻഡ് ദിസ് ടൈം നമ്മുടെ അഡ്വർടൈസർ അല്ലെങ്കിൽ കൂടെ വരുന്ന ആൾ അദ്ദേഹം എത്തിയിട്ടില്ല. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ് ആണ് നമ്മുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് ടൈം award is for the most popular fashion blogger. Who better than Shweta Menon? അല്ലേ? കയ്യടി ഇവിടെ. Definitely. അപ്പൊ എനിവേ വളരെ പോസിറ്റീവായിട്ട് വളരെ രസകരമായിട്ട് ഇത് അവതരിപ്പിക്കുന്ന, അതും ഞാൻ പറഞ്ഞ വെച്ചാൽ ഭയങ്കരമായ മറ്റേ ടെക്നിക്കൽ ടേംസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര ലേമൻ ടേംസിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മോസ്റ്റ് പോപ്പുലർ ഫാഷൻ വ്ലോഗർ ഫോർ അമൃത ടി വി ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 is Glammy Ganga. Video please. നന്മയുടെ ദീപം തെളിയട്ടെ. അഫോർഡബിൾ ഫാഷൻ എന്ന വാക്കിന് കേരളത്തിൽ പുതിയ അഡ്രസ് നൽകിയ ബ്ലോഗർ. മേക്കപ്പ് ട്യൂട്ടോറിയലുകളിലെ സിംപ്ലിസിറ്റി പോലെ റിയൽ ലൈഫ് ഇമോഷൻസ് മേക്കപ്പ് ഇല്ലാതെ മറയില്ലാതെ തുറന്നു പറയുന്നതിലെ ധൈര്യം, സെൽഫ് കെയറും സെൽഫ് ലവും ഓരോ ഫോളോവറിന്റെ മനസ്സിലേക്കും പകർന്നു നൽകുന്ന പോസിറ്റീവ് എനർജി. ബ്യൂട്ടിയിലും ഫാഷനിലും 100% റിലേറ്റബിൾ കണ്ടന്റിന്റെ പ്രത്യേകതകളും വ്യക്തിപരമായ ജീവിതത്തിലെ തുറന്ന സമീപനവും പ്രേക്ഷകരിൽ ചെലുത്തിയ സ്വാധീനവും കൊണ്ട് റിയൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറായി മാറിയ പെൺകരുത്ത്. ബെസ്റ്റ് ഫാഷൻ ബ്ലോഗർ പോപ്പുലർ 2025 ഗ്ലാമി ഗംഗ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ.
രജി സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സിന്റെ പേരിൽ 25,000 rupees to ഗ്ലാമി ഗംഗ. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം, എൻ്റെ പേര് ഗംഗ എന്നാണ്. ഞാനൊരു ബ്യൂട്ടി വ്ളോഗർ, ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ലെങ്കിൽ ഫാഷൻ വ്ളോഗറൊക്കെയാണ്. സോ ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങണത് എൻ്റെ ഒരു പൊട്ടിയ ഫോണിൽ നിന്നാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, അപ്പോൾ അത് വിരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ ഫാമിലി ആർക്കും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നോ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാനിത് കണ്ടുപിടിച്ച് ഞാൻ തുടങ്ങിയതാണ്. സോ ആദ്യമൊക്കെ നല്ല എതിർപ്പായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് എൻ്റെ എല്ലാ വളർച്ചയുടെയും കാരണം എൻ്റെ വീട്ടുകാരാണ്. മൈ ഫാമിലി, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് മീനാക്ഷി. ആൻഡ് കാണട്ടെ, കറക്റ്റ് ഫാഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സോ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ഗ്ലാമി ഗംഗ സബ്സ്ക്രൈബേഴ്സ്. കാരണം ഞാൻ ലോ ആയി നിന്ന സമയമുണ്ട്, ഞാൻ ഹൈ ആയിട്ട് നിന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഞാനിപ്പോൾ 2 ദിവസം വീഡിയോ ഇടായിരുന്ന ചോദിക്കും, എന്ത് ചേച്ചി വീഡിയോ ഇടാനില്ലേന്ന്. സോ അത്ര എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഓൾസോ അമൃത TV. കാരണം ഈ ഒരു വേദിയിൽ ചേച്ചി എന്നെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് പറയായിരുന്നു, യു എന്ത് ഗ്ലാമർ അല്ലേ, എന്ത് ചന്തമല്ലേ കാണാനെന്ന്. സീരിയസ്ലി ഞങ്ങൾ അവിടെ ഇരുന്ന് പറയുമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് അമൃത TV ആൻഡ് ഓൾസോ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഗ്ലാമി ഗംഗയുടെ ഏറ്റവും വലിയ കാര്യം ഇതാണ്, ഇത്രയും സ്ട്രൈറ്റ് ആണ്. ഇത് തന്നെയാണ് പ്രസന്റേഷനിലും ഉള്ളത്. അന്ന് കിട്ടിയ സമ്മാനം എന്തായിരുന്നു? അവസാനം കാർത്തിക് സൂര്യ എന്തോ സമ്മാനം കൊടുത്തു. എനിക്ക് വാച്ച്, ഇതല്ല വേറെ വാച്ച് കൊടുത്തുവിട്ടല്ലേ? ഭയങ്കര വൈറലായിരുന്നല്ലോ ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ. ഞാൻ കാർട്ടിൽ ഇട്ടിരുന്നത് ചേട്ടൻ എനിക്ക് ഇങ്ങനെ നമ്മൾ പറയില്ലേ മനസ്സറിഞ്ഞ് വാങ്ങിച്ചു തന്നെ, അങ്ങനെ വാങ്ങിച്ചു തന്നു അല്ലേ? അപ്പൊ അത് ഗംഭീരമായിട്ട് പോട്ടെ. താങ്ക് യു ചേട്ടാ. എല്ലാ നല്ല കമന്റുകൾ കാണുമ്പോൾ ഭയങ്കര രസം തോന്നാറില്ലേ? അത് പറയാറുണ്ട്. അതേപോലെ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ വളരെ സന്തോഷം. എല്ലാവരും ചേർന്ന് വലിയൊരു കൈഡി ഗംഗയ്ക്ക്. താങ്ക് യു സോ മച്ച്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. ഓക്കെ, ഞാൻ അടുത്ത ശ്വേതേജിയോടൊപ്പം തന്നെ ഈ അവാർഡ് നൽകാനായിട്ട് ഒരാളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. കാത്തെ അഡ്വർടൈസിംഗിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സുനിൽ കാത്തേനെയും ഈ അവാർഡ് നൽകാനായിട്ട് ക്ഷണിക്കുന്നു. സർ പ്ലീസ്. ഈ പരിപാടിക്ക് മാത്രമല്ല, അമൃത TVയുടെ ഒരു ജേണിയിൽ നൽകുന്ന സപ്പോർട്ടിന്, നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹോപഹാരം പ്ലീസ്. എമർജിംഗ് ഫാഷൻ വ്ളോഗർ 2025 അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 എമർജിംഗ് ഫാഷൻ വ്ളോഗർ ആരാണെന്ന് നോക്കാം. അഗൈൻ ട്രെൻഡി ടിപ്സ്, അത് ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും എല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരാള്. Ladies and gentlemen, put your hands together for Amulya Anthony. Video please. നന്മയുടെ ദീപം തെളിയട്ടെ. സോഷ്യൽ മീഡിയയിലെ പുതുതലമുറ കണ്ടന്റ് ക്രിയേറ്റർമാരിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അവതാരക കൂടിയായ ഫാഷൻ ബ്ലോഗർ. ഫാഷൻ സെൻസിലെ കൃത്യതയും അവതരണത്തിലെ ലാളിത്യവും കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തന്റെ സ്ഥാനമുറപ്പിച്ച എമർജിംഗ് സ്റ്റാർ. സിംപ്ലിസിറ്റിയും എലഗൻസും ഒരുമിപ്പിക്കുന്ന തന്റേതായ അമൂല്യ രീതി കൊണ്ട് ഡിജിറ്റൽ ലോകത്ത് വ്യത്യസ്തയായി മാറിയ ബെസ്റ്റ് ഫാഷൻ ബ്ലോഗർ എമർജിംഗ് 2025 അമൂല്യ ആന്റണി. Cathay Advertising Managing Director Mrs. Sunil Cathay. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ദുബായിൽ നിന്ന് ഞാൻ ഈ അവാർഡിന് വേണ്ടി മാത്രം വന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അമൃത TVക്ക് എൻ്റെ വലിയ താങ്ക്സ്. ബിക്കോസ് ഞാൻ ഈ പ്രൊഫഷൻ ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ലൈക്ക് നമ്മൾക്ക് ആ ഒരു കോവിഡ് ടൈമിൽ തുടങ്ങിയതാണ്. ബട്ട് ഇറ്റ് ടുക്ക് മീ ടു പ്ലേസസ് വെർ ഐ നെവർ ഇമാജിൻഡ്. ആങ്കറിങ് കയറി വന്നു അതിൻ്റെ കൂടെ. സോ യു ആർ മൈ റോൾ മോഡൽ. നമ്മൾ ദുബായിലും കൂടെ ആകുമ്പോഴത്തേക്കും മെതിച്ചേട്ടൻ ഇല്ലാണ്ടില്ല നമുക്ക് ആക്ച്വലി. സോ അത് കയറി വന്നു. ഫാഷൻ കെയിം ഇൻ ടു ഇറ്റ്. ആക്ച്വലി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഇവോൾവ്ഡ്.
ആസ് യൂഷ്വൽ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാണ്ട് ദർ ഇസ് നത്തിങ്. അവർ തിരിച്ചും മറിച്ചും ചോദിക്കും എന്താ വീഡിയോസ് ഇല്ലാത്തതെന്ന്. സോ സ്റ്റോറി ടെല്ലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറേ സംസാരിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് എ പ്രിവിലേജ്. സോ താങ്ക് യു സോ മച്ച്. അമൂല്യ, ഗ്രേറ്റ് വേ ടു ഗോ. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക്സ് ലോട്ട് അമൂല്യ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. ദേർ യു ഗോ. പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ.